ഹലോ ഗായ്സ്, ഇറ്റ്സ് മി ജോവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തൃശ്ശൂരുള്ള കാർ ഹബ് എന്നുള്ള യൂസ്ഡ് കാറും ഷോറൂമിലെ വണ്ടികളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വണ്ടിയുണ്ട്, ഫോർച്യൂണർ തൊട്ടിട്ടുള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഈ എപ്പിസോഡിൽ അതല്ല കാണിക്കുന്നത്. ഈ എപ്പിസോഡ് സ്വിഫ്റ്റ് മാത്രമാണ്. ഒരു 7 സ്വിഫ്റ്റ് ഉണ്ട് ഇവിടെ. ആ 7 സ്വിഫ്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 2018 മോഡല് ഒരു റെഡ് കളർ സ്വിഫ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. റെഡും പിന്നെ ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ് ഈ വണ്ടി വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടയർ ഒക്കെ കണ്ടില്ലേ, ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട്, പിന്നെ ഔട്ട് സൈഡ് മിററൊക്കെ അതും ബ്ലാക്ക് കളറ്. അപ്പോൾ ഈ റെഡും ബ്ലാക്കും പിന്നെ ഈ ഡോർ ഹാൻഡിൽ അതും ബ്ലാക്ക്, വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ സ്വിഫ്റ്റിനുള്ളത്. ഇൻറ്റീരിയർ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. അങ്ങനെ ഒരു റെഡും ബ്ലാക്കിൻ്റെയും ഒരു ഡേഞ്ചറസ് കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ സ്പോർട്ടി ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്വിഫ്റ്റാണ്. ഡീറ്റെയിൽസ് പറയാം. 2018 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്, 69,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ, ഡീസൽ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കി വെൽ മെയിൻറ്റൈൻഡ് ആട്ടോ. ഇപ്പോഴും നല്ല അടിപൊളി കണ്ടീഷനിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്. 2018 മോഡലാണ്. അങ്ങനെ ഒരുപാട് പഴയ വണ്ടിയൊന്നുമല്ല, അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക കണ്ടീഷനിലാണ് ഈ ഇൻറ്റീരിയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,25,000 രൂപയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നോക്കാം, നിങ്ങളുടെ വണ്ടി ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം, ഇൻറ്റീരിയർ നോക്കാം. നിങ്ങൾക്ക് ഈ വണ്ടി കുഴപ്പമില്ല, വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, എൻ്റെ മൊബൈൽ നമ്പറാണ്, എൻ്റെ പേഴ്സണൽ നമ്പറാണ്, നിങ്ങൾ അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഒക്കെ ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാം. ഇവിടെ വരുന്ന ഓരോ വണ്ടിക്കും നമ്മൾക്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ റെഡ് കളർ പോരാ, വേറൊരു കളർ നോക്കണമെന്നുണ്ടെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ, വേറെ ഒരു ഇടിവെട്ട് കളർ മിഡ് നൈറ്റ് ബ്ലൂ, അതും അടിപൊളിയാണ്. ഇത് 2019 മോഡലാണ് ഈ വണ്ടി. നേരത്തെ റെഡ് കളർ സ്വിഫ്റ്റ് 2018 ആണെങ്കിൽ ഇത് 2019 ഇതും സിംഗിൾ ഓണറാണ്. 54,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ് കേട്ടത്. ഇത് പെട്രോള്, നേരത്തെ കാണിച്ചത് ഡീസലാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 5,50,000 രൂപയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ നോക്കട്ടെ, എത്ര നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിലർക്ക് ബ്ലാക്ക് ഇൻറ്റീരിയറിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ബ്ലാക്കിനോട്. ഇതാകുമ്പോൾ ഒരു ഗ്രേ കളറായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്, കുറച്ചുകൂടി നമുക്കൊരു റൂമി ഫീലിംഗ് കിട്ടും. ബ്ലാക്ക് ആകുമ്പോൾ അതൊരു സ്പോർട്ടി ആ ഒരു ഇതാണ്. ഇത് എൻ്റർലി കുറച്ച് ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ആക്സസറി ആയിട്ടൊരു ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അതിൽ മുന്നത്തെ കസ്റ്റമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിഡ് നൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു വണ്ടി. ഡീറ്റെയിൽസ് ഒന്നും കൂടിയും പറയാം. 2019 മോഡല്, സിംഗിൾ ഓണറാണ്, 54,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്, പെട്രോൾ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 5,50,000 രൂപ. താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇഷ്ടമാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫിനാൻസും കാര്യങ്ങളൊക്കെ ഷോറൂം ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ മിഡ് നൈറ്റ് ബ്ലൂ എനിക്ക് അതും നല്ല ഇഷ്ടമായി. ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു കളറാണ് ഈ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് റെഡും ബ്ലൂ ഒന്നും പോരാ, നമ്മുടെ പഴയ എന്താ പറയുക ഗ്യാരണ്ടി കളറായ വൈറ്റ് സ്വിഫ്റ്റ് ഉണ്ട് ഇവിടെ. അത് ഇതിലും പുതിയ വണ്ടിയാണ്. ഇത് 2021 മോഡൽ വണ്ടിയാണ്. 2022 രജിസ്ട്രേഷൻ. അത് ശ്രദ്ധിക്കുക, 2022 രജിസ്ട്രേഷൻ. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല, 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ്. ഞാൻ കണ്ടതിൽ ഇപ്പം ഈ മൂന്ന് വണ്ടികളുടെ ഇൻറ്റീരിയർ ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും മികച്ച കണ്ടീഷനിലുള്ള ഇൻറ്റീരിയർ ഞാൻ ഈ വണ്ടിയുടെയാണ് പറയാം കേട്ടോ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നല്ല ഇൻറ്റീരിയറാണ്. പിന്നെ സീറ്റിൻ്റെ ഒരു ഡിസൈനും, അതായത് ഒരു ബ്ലാക്കും വൈറ്റും ഉള്ള ഒരു ടോണും കാര്യങ്ങളും, പിന്നെ ഈ ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും, നമുക്ക് ഈ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്തിരുന്നു ഈ വണ്ടിയിൽ. മറ്റേ വണ്ടികളുടെ ഇൻറ്റീരിയർ നല്ലതാണ്, പക്ഷേ ഈ വണ്ടിയുടെ കുറച്ചും കൂടി നല്ലൊരു ഇൻറ്റീരിയറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,45,000 6,75,000 രൂപയാണ്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എല്ലാ വണ്ടികളുടെ പ്രൈസിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം. നമ്മുടെ വ്യൂവേഴ്സ് അല്ലേ, നമ്മുടെ കെയർ ഓഫിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് മോശമല്ലേ, നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇത് 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, പെട്രോൾ വണ്ടി. ആസ്കിംഗ് പ്രൈസ് 6,75,000 രൂപ. നല്ല അടിപൊളി സ്വിഫ്റ്റാണ്. നിങ്ങൾ എന്തായാലും നോക്കണം, നല്ല വണ്ടിയാണ്. ഇനി വീണ്ടും ഒരു റെഡ് കളർ വണ്ടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് സ്വിഫ്റ്റിൽ തന്നെ. ഇതിൽ നേരത്തെ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇതിൽ ആ ഒരു ഇപ്പോൾ ടയറൊക്കെ അലോയിലെ സിൽവർ കളർ അലോയി എനിക്കാണ് വരുന്നത്. മറ്റേത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് സ്പെഷ്യൽ. അപ്പോൾ ഇതിൽ ഫയർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് കമ്പനി കളറിൻ്റെ കോഡ് വരുന്നത്. ഇത് 2019 മോഡൽ വണ്ടി, 2020 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണറാണ്.
65,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് 5.5 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ മുന്നത്തെ റെഡ് കളർ ഡീസൽ വണ്ടിയായിരുന്നു, അതിന് 6.25 ലക്ഷം രൂപയാണ് വില. ഇത് പെട്രോൾ വണ്ടിയാണ്, ഇത് 5.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ബാക്കി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, മറ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡീസലും പെട്രോളും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റെഡ് കളറിൽ ഡീസൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, പെട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടിയും പറയാം. 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണറാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ സ്വിഫ്റ്റും സിംഗിൾ ഓണേഴ്സ് ആട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ 65,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടി. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതുവരെ കാണിച്ച വണ്ടികളൊക്കെ സിംഗിൾ ഓണേഴ്സാണ്. ഇനി നമുക്ക് കുറച്ച് ഇത് 2011 മോഡൽ വണ്ടിയാണ് സ്വിഫ്റ്റ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റേറ്റ് കുറവാണ്, നിങ്ങൾക്കിപ്പോൾ ഇത്ര കൊടുക്കാനില്ല. ഒരു സ്വിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കുറവിന് കിട്ടും. ഇതൊരു 3.5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കിട്ടും. അത് 4th ഓണറാണ് വരുന്നത്. 1,14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. 2011 മോഡൽ സ്വിഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ റിലയബിലിറ്റിയാണ്. അതായത് അത്യാവശ്യം കുറച്ച് കിലോമീറ്ററോളം ഓടും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സീറ്റൊക്കെ ഉണ്ടില്ലേ, നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളാണ് ഈ വണ്ടിക്കുള്ളത്. 2011 നോക്കൊന്നും വേണ്ട, ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല പുതുപുത്തനായിട്ടാണ് നിൽക്കുന്നത്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. അപ്പോൾ ഇങ്ങനെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടികൾ കിട്ടാനും ഒരു ഭാഗ്യം വേണം. ഇപ്പോൾ ഓണർഷിപ്പ് 4th ആണെങ്കിലും ഇതിന് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വിഫ്റ്റ് കിട്ടും. ഇൻറ്റീരിയർ ബാക്ക് സൈഡൊക്കെ നോക്കാം, നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻറ്റീരിയർ കാണുന്നു, വണ്ടിയുടെ ഡീറ്റെയിൽസ്, വില കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതുകൊണ്ട് മാത്രം നമുക്ക് വണ്ടിയെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് പരിചയപ്പെടാനൊന്നും പറ്റില്ല. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വണ്ടി താല്പര്യമാണെങ്കിൽ ഇവിടെ വരാൻ നിങ്ങൾക്ക് വണ്ടി പേഴ്സണലി ചെക്ക് ചെയ്യുക, ഓടിച്ചു നോക്കുക, ഇൻസ്പെക്ഷൻ അതൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ വണ്ടി എടുക്കുള്ളൂ. ഇവിടെ വേറെ സബ് വൂഫേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ നല്ല നല്ല പൊളപ്പം പാട്ടൊക്കെ കേട്ടിട്ട് പോവാം. 2011 മോഡൽ വണ്ടി. ആസ്കിംഗ് പ്രൈസ് 3.5 ലക്ഷം രൂപ. ഡീസൽ വണ്ടി കേട്ടോ. സ്വിഫ്റ്റ് വൈറ്റ് കളറ് അടിപൊളി വണ്ടിയായിട്ട് എനിക്ക് തോന്നി. ഇനി കുറച്ച് പഴയ കാലക്കാരനവരാണ്. 2005 മോഡൽ വണ്ടി. അപ്പോൾ ഇത്രയും ഒരു 2005 മോഡലായതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസും അത്രത്തേ ഉള്ളൂ. 1.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും. 1,05,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറേ ഓടിയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ 2005 മോഡൽ വണ്ടിയാണ്. 1.25 ലക്ഷത്തിന് നിങ്ങൾക്ക് വണ്ടി കിട്ടും. ഇൻറ്റീരിയറൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇൻറ്റീരിയർ ഒന്ന് നോക്കിട്ടാ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു 1.25 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് പെട്ടെന്ന് കിട്ടാണ്, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഇയർ ബാക്കുള്ളൊരു വണ്ടി ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി വന്ന് ചെക്ക് ചെയ്യുക, വണ്ടി ഓടിച്ച് നോക്കുക, പാർട്സ് കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മളൊരു കാര്യം പറയണത് മേജറായിട്ടുള്ളൊരു ആക്സിഡൻസോ അങ്ങനെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളില്ലാത്ത വണ്ടികളാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഷോറൂമാരിൽ നിന്ന് നമ്മളത് ഒരു പേഴ്സണലി നമ്മളൊരു ഉറപ്പ് മേടിച്ചിട്ടുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളങ്ങനെ ഒന്നും മിണ്ടാതെയും പറയാതെയും ഒന്നും വണ്ടി കൊടുക്കില്ല എന്നുള്ളത് കേട്ടോ. നമ്മുടെ കെയർ ഓഫിൽ നമ്മൾ വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല വണ്ടികൾ തന്നെ ഇവിടുന്ന് തരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനി അടുത്തൊരു വണ്ടി വരുന്നത് 2010 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇതൊരു സ്പോർട്ട് എഡിഷൻ പോലത്തെ ഒരു വണ്ടിയാണ്. ഒരു കുറച്ച് അഡീഷണൽ ഡിസൈൻ എലമെൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. 2010 മോഡല്. ഇത് വരുന്ന 1 ലക്ഷം കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ ഉണ്ടല്ലേ, ഒരു സിൽവർ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങൾ, പിന്നെ താഴെ ഡിസൈനും കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 2010 മോഡൽ വണ്ടി. 5th ഓണറാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,90,000 രൂപയാണ്. അപ്പോൾ ഇത് സ്പോർട്സ് എഡിഷൻ ആയ കാരണം ഇപ്പോൾ സ്പീക്കേഴ്സിൻ്റെ ചുറ്റിലൊക്കെ ഒരു സിൽവർ കളർ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വേറെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ ഉണ്ടല്ലേ, ഒരു ബ്ലാക്കും യെല്ലോ ഒരു ഡ്യുവൽ ടോൺ സീറ്റ് കാര്യങ്ങൾ, അതും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ സ്പോർട്സ് എഡിഷൻ എന്നുള്ളൊരു ഇതിൽ സ്വിഫ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2010 മോഡൽ വണ്ടി, 5th ഓണർ, 1 ലക്ഷം കിലോമീറ്റർ, ഡീസൽ വണ്ടി.
2,90,000. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഓരോ വീഡിയോ അതിനനുസരിച്ചിട്ടുള്ള സമയമൊക്കെ എടുത്തിട്ടാണ്. നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ ടയറൊക്കെ പുത്തൻ ടയറാണ്, നല്ല അലോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് എടുത്ത് കാണിച്ചത്. പിന്നെ ABS ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.